നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട്, അതായത് സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള ജോലിയാണെങ്കിൽ പോലും സമ്മർദ്ദങ്ങളെ കൊണ്ട് ജോലി രാജിവെച്ചാലോ മറ്റ് ജോലികൾക്ക് അപേക്ഷിച്ചാലോ വ്യാപാര വിപണന വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കിയാലോ എന്ന പല ദുസ്സംശയങ്ങളും ഉണ്ടാകാം. ഇതെല്ലാം തന്നെ അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം ഒഴിവാക്കി വന്നു ചേരുന്ന ചുമതലകളെല്ലാം തന്നെ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്ക് അലസത, ഉദാസീന മനോഭാവം, ഉപേക്ഷാ മനസ്ഥിതി എന്നിവ വർദ്ധിക്കുവാനിടയുണ്ട്. ജീവിതരേഖയ്ക്ക് പുതിയതായിട്ടുള്ള അർത്ഥതലങ്ങൾ സ്വീകരിക്കുന്നത് വഴി ഒരുപക്ഷെ ജീവിത പങ്കാളിയോട് ആദരവ് തോന്നുവാനിടയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നല്ലതാണ്. അത് പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ വിപണന മേഖലയെ പറ്റിയിട്ട് ചിന്തിച്ചും കൊണ്ട് അതിലൊരു കൃത്യമായിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രചരണ രീതികൾ അവലംബിക്കാൻ തക്കവണ്ണമുള്ളൊരു ദീർഘകാല പദ്ധതികളായതിനാൽ അതിന് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. തൽക്കാലത്തേക്ക് ഈ ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാനും ഭാവിയിലേക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ വ്യവസായം നവീകരിക്കാൻ തീരുമാനിക്കാൻ തക്കവണ്ണമുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് വിമ്മിഷ്ടം അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ യോഗയും പ്രാണായാമവും പ്രകൃതി ഭക്ഷണ രീതികളും അനുവർത്തിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും നേതൃത്വം സ്ഥാനം വഹിക്കുവാനിട വരും. ആസൂത്രിത പദ്ധതികളാണെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നേട്ടം ഉണ്ടാകുമോ എന്ന കൃത്യമായിട്ടുള്ള ദിശാ പദ്ധതിയോടുകൂടി മാത്രമേ അതിൽ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം മാനഹാനി വന്ന് ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഓണാഘോഷം മക്കളോടൊപ്പം ഈ ഒരു വർഷം ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടാകും. ഒരുപക്ഷെ മക്കളുടെ സുഹൃത്തുക്കളെയും അവരുടെ സഹപാഠികളെയും ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനത്തിനും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും അതിനുള്ളൊരു സൗകര്യങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഒരുപക്ഷെ മക്കൾക്ക് ഭാവിയിലേക്ക് ജോലി സാധ്യതകൾക്ക് കൂടുതൽ ഗുണകരമായി തീരുവാൻ, ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. ശാസ്ത്രവിധിപ്രകാരം പല കാര്യങ്ങൾക്കും മനസ്സിലുദ്ദേശിക്കുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. എന്നാൽ ഈ പ്രയത്നത്തിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഒരു പക്ഷേ 2027 ജൂണിന് ശേഷമേ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു കർഷകൻ്റെ പൂർണ്ണ പിന്തുണയും കൃഷി വകുപ്പിൻ്റെ സഹായ സഹകരണവും സമാന ചിന്താഗതിയുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനമൊക്കെ വർദ്ധിക്കുമെങ്കിൽ പോലും തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവ് ഉള്ളതിനാൽ വരുന്ന വർഷവും ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ തക്കവണ്ണം പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഇടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ചിലർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് ഉപരിപഠനത്തിന് മറ്റു രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനിടവരും.
വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ശുചിത്വ പരിപാലനം അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിട വരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള സാധ്യത കാണുന്നു. ഭിന്നാഭിപ്രായങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും വന്നു ചേരുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കേണ്ടതാണ്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിട വരും. പുരോഗതിയില്ലാത്ത പ്രസ്ഥാനം നിലനിർത്താതെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ടോ സ്വന്തം നിലയിൽ നടത്തി വരുന്ന ലാഭശതമാന വ്യവസ്ഥകൾ ഉദ്ധരിക്കാൻ തീരുമാനിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ചെയ്തു വരുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മഹത് വ്യക്തികളുടെ പ്രവൃത്തി പരിചയം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ, പണം മുതൽ മുടക്കുവാനുള്ള കഴിവ്, ഇവയൊക്കെ നല്ലതാണെങ്കിൽ പോലും സ്വന്തം നിലയിൽ പരിമിതികൾക്കനുസരിച്ച് ഈ മേഖലകളുടെ ചെറിയൊരു ശതമാനം അവലംബിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിട വരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാനിട വരും. പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പൊതുവെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബപരമായിട്ടും എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ ജീവിത പങ്കാളിക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉള്ള സ്ഥലത്ത് താമസ സൗകര്യം ഒരുക്കുവാനും അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. 2027 ഒടുവിലോ 2028 ആദ്യത്തെ പകുതിയിലോ ചെയ്തു തീർക്കാൻ തക്കവണ്ണമുള്ള പദ്ധതികളെ ഏറ്റെടുക്കുവാനോ കരാറുജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ ഉള്ള അവസരം, സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ, അങ്ങനെയുള്ള വിധത്തിലുള്ള ഒരു പദ്ധതികളെ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാകും. ഇതാണ് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരമുണ്ടാകും. കായിക മേഖലകളോട് ബന്ധപ്പെട്ട് മത്സരങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരാനും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുമുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനിടവരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള അവസരം ഒരുപക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ, മറ്റു ചിലർക്ക് സെപ്റ്റംബർ മാസത്തിൽ, അതായത് ചിങ്ങമാസത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവമായി സാന്നിധ്യം വേണ്ടിവരും. ഒരുപക്ഷെ മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും അവരുടെ ജീവിത അഭിലാഷങ്ങൾ, അവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾ, അതിനൊരു മാതൃകയായിട്ട് പല കാര്യങ്ങളും അവലംബിക്കാൻ ഇടവരുന്നതുമാണ്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നു. സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കാനിടവരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു. നിയുക്ത പദവിക്ക് സ്ഥാനക്കയറ്റം, സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ചും മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകും. നിലവിലുള്ള രാജ്യത്തിൽ സംശയാസ്പദമായുള്ള സാഹചര്യങ്ങളെ കൊണ്ട്, താമസിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ടും
ഇനി മുതൽ നിലവിലുള്ള ജോലിയിൽ അത്ര ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഈ മാസത്തിൽ തന്നെ അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള വിളകൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം നിലയിലും മറ്റുള്ളവർക്കും, അതായത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പരസ്പര വിരുദ്ധമായുള്ള പല ആശയങ്ങളും തൊഴിൽ മേഖലയിൽ നിന്നും വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികളിൽ നിന്നായിരിക്കാം. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് രേഖാപരമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള അവസരം പോലും ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. ഡിസംബർ മാസത്തിൽ നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാനിടവരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗമുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. 9 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഒരുപക്ഷെ ഒരു കൊല്ലം സ്വീകരിക്കേണ്ടി വരും. അതെല്ലാം തന്നെ രേഖാപരമായിട്ട് അതിൽ ഉൾപ്പെടുത്തുവാനും വളരെ സമാധാനപരമായിട്ട് തന്നെ ഈ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. വൈവിധ്യമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം അതിനെപ്പറ്റി പഠിച്ചും കൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പലപ്പോഴും പല കാര്യങ്ങളും സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകും. മറ്റു ചിലർക്ക് ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കാൻ സാധിക്കും. പൊതുവെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിലുപരി എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമാക്കി തീർക്കുവാനും കുടുംബപരമായും തൊഴിൽപരമായിട്ടും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിജയശതമാനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക വിദ്യാർത്ഥികൾക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനിടയുണ്ട്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചും കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും ഓണാഘോഷത്തിനോടനുബന്ധമായിട്ടുള്ള കലാകായിക മത്സരങ്ങളിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനും സാധ്യത കാണുന്നു. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഒരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കാനുള്ളൊരു ആത്മവിശ്വാസം ആർജിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷത്തിൽ ഇനിയുള്ള ഒരു വർഷത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
ഭൂമി അന്വേഷിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുവാനും ഇടയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പ്രവൃത്തി പരിചയം നേടാം എന്ന ധാരണയോടുകൂടി തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. മറ്റ് ചിലർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കാൻ ഇടവരും. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യത്യസ്തമായിട്ടുള്ള ശൈലി അവലംബിക്കുന്നത് വഴി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ച് ലഭിക്കാൻ ധാരണയാകും. ബന്ധുമിത്രാദികളുടെ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും സജീവമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം സമീപത്തുള്ള വീട് വാടകയ്ക്ക് എടുക്കുവാൻ തീരുമാനിക്കും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും ഭാവിയിലേക്ക് വിൽപ്പന ചെയ്ത് പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിൻ്റെ വരും വരായികളെപ്പറ്റി ചിന്തിച്ചും കൊണ്ട് പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് തന്നെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അതിൻ്റെ സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് ഇനി മുതൽ പണം മുതൽ മുടക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അത് അടുത്ത ഒരു ചർച്ചയിലേക്ക് ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അസൂയ മതമത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും കൊണ്ടും മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുമിത്രാദികളുമായിട്ടുള്ള പുനഃസമാഗമം പുതിയ ആശയങ്ങളൊക്കെ വഴിയൊരുക്കുവാനും ഇനി മുതൽ ഈ ഒരു സംഗമം 3-4 വർഷം കൂടുമ്പോൾ ഇങ്ങനെയൊരു സംഗമത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെടുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ഗൗരവമുള്ള ഏതൊരു വിഷയങ്ങളും ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചും കൊണ്ട് അന്യനാട്ടിൽ തന്നെ വിദേശികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ഏതൊരു ബുദ്ധിമുട്ടുകളെയും വളരെ നിസ്സാരപരമായിട്ട് തന്നെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള കഴിവും പ്രാപ്തിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.